ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അറിയാം കൊമേഴ്സ്. നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഈ വർഷത്തെ സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി ബിസിനസ് സ്റ്റഡീസ് എക്സാമിനേഷൻ 2021 ഏപ്രിൽ 8-ാം തീയതി നടന്നു കഴിഞ്ഞു. ഈ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 45 ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ചോയ്സ് അടക്കം മൊത്തം 160 മാർക്കിൻ്റെ ചോദ്യങ്ങളടങ്ങിയ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഈ ചോദ്യപേപ്പർ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് മുതൽ 45 വരെയുള്ള 45 ചോദ്യങ്ങൾ മൊത്തം 160 മാർക്കിൻ്റെതാണ്. നിങ്ങൾക്ക് ഇവയിൽ നിന്നും ഏത് ചോദ്യത്തിന് വേണമെങ്കിലും ഉത്തരം എഴുതാവുന്നതാണ്. പക്ഷേ പരമാവധി 80 മാർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. നമുക്ക് ഈ ചോദ്യപേപ്പറിലുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1 മുതൽ 9 വരെയുള്ള ആദ്യത്തെ 9 ചോദ്യങ്ങൾ 1 മാർക്കിൻ്റെ വൺ വേർഡ് ചോദ്യങ്ങളാണ്. ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യം, നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എമംഗ് എംപ്ലോയീസ് ഡിനോട്ട്. ഓപ്ഷൻ എ ഫോർമൽ ഓർഗനൈസേഷൻ, ബി ഇൻഫോർമൽ ഓർഗനൈസേഷൻ, സി ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഡി നൺ. ജീവനക്കാർ തമ്മിലുള്ള സാമൂഹിക ബന്ധങ്ങളുടെ ശൃംഖല സൂചിപ്പിക്കുന്നത് ഇവയിലേതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഇൻഫോർമൽ ഓർഗനൈസേഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡാഷ് refers to the number of subordinates under a supervisor's direct control. ഓപ്ഷൻ എ സ്കാലാർ ചെയിൻ, ബി സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്, സി ഗാങ് പ്ലാങ്ക്, ഡി ഓൾ ഓഫ് ദിസ്. ഡാഷ് ഒരു മേലുദ്യോഗസ്ഥൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള കീഴുദ്യോഗസ്ഥരുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. മൂന്നാമത്തെ ചോദ്യം, മാനേജ്മെൻറ്റ് ഈസ് ഡാഷ്. മാനേജ്മെൻറ്റ് എന്നത് ഡാഷ് ആണ്. എ ഗോൾ ഓറിയൻറ്റഡ്, ബി പെർവേസീവ്, സി മൾട്ടി ഡയമെൻഷണൽ, ഡി ഓൾ ഓഫ് ദിസ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ക്വസ്റ്റ്യൻ നമ്പർ 4, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. വേറിട്ട് നിൽക്കുന്നതിനെ കണ്ടെത്തുക. ഓപ്ഷൻ എ സ്പീഡ് ബോസ്, ബി ഗാങ് ബോസ്, സി മാനേജർ, ഡി ഇൻസ്പെക്ടർ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി മാനേജർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെഷറിംഗ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു പെർഫോം എ ഗിവൺ ടാസ്ക് ഈസ് ഡാഷ്. എ പേഴ്സണാലിറ്റി ടെസ്റ്റ്, ബി ട്രേഡ് ടെസ്റ്റ്, സി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഡി ഇൻട്രസ്റ്റ് ടെസ്റ്റ്. നൽകിയിട്ടുള്ള ചുമതല നിർവഹിക്കാനുള്ള ഒരു വ്യക്തിയുടെ കഴിവ് അളക്കുന്നത് ഡാഷ് ആണ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ട്രേഡ് ടെസ്റ്റ്. ആറാമത്തെ ചോദ്യം, ദ പ്രോസസ് ഓഫ് മേക്കിംഗ് സബോർഡിനേറ്റ്സ് ടു ആക്ട് ഇൻ എ ഡിസൈഡ് മാനർ ഈസ് ഡാഷ്. എ മോട്ടിവേഷൻ, ബി സൂപ്പർവിഷൻ, സി കമ്മ്യൂണിക്കേഷൻ, ഡി നൺ. കീഴുദ്യോഗസ്ഥരെ ആവശ്യമുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രക്രിയ ഡാഷ് ആണ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ മോട്ടിവേഷൻ. സെവൻത് ക്വസ്റ്റ്യൻ, ഡാഷ് കമ്മ്യൂണിക്കേഷൻ ഫ്ലോസ് അപ്വേർഡ്സ് ഓർ ഡൗൺവേർഡ്സ്. ഓപ്ഷൻ എ വെർട്ടിക്കൽ, ഓപ്ഷൻ ബി ഹൊറിസോണ്ടൽ, ഓപ്ഷൻ സി ഡയഗണൽ, ഓപ്ഷൻ ഡി നൺ. ഡാഷ് ആശയവിനിമയം മുകളിലേക്കോ താഴേക്കോ പ്രവഹിക്കുന്നു. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ വെർട്ടിക്കൽ. Question number 8. Which of the following is an example of convenience goods? Option A newspaper, B jewelry, C television, D all of these. തന്നിരിക്കുന്നതിൽ സൗകര്യപ്രദമായ ചരക്കുകൾക്ക് ഉദാഹരണമേത്? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ന്യൂസ് പേപ്പർ. അടുത്ത ചോദ്യം, റൈറ്റ് എനി 2 റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്. ഉപഭോക്താക്കളുടെ ഏതെങ്കിലും 2 അവകാശങ്ങൾ എഴുതുക. നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ്, ഇതിൽ ഏതെങ്കിലും 2 പോയിന്റുകൾ എഴുതുക. റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ബി ഇൻഫോംഡ്, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു ബി ഹിയർഡ്, റൈറ്റ് ടു സീക്ക് റീഡ്രസൽ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് ശേഷം ഇനി 10 മുതൽ 17 വരെയുള്ള 8 ചോദ്യങ്ങൾ 2 മാർക്കിൻ്റെതാണ്. 10ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ഫറ്റീഗ് സ്റ്റഡി? ക്ഷീണ പഠനം എന്താണ്? ആൻസർ ഫറ്റീഗ് സ്റ്റഡി. Fatigue study seeks to determine the amount and frequency of rest intervals in completing a task. The interval time should be scientifically determined. This will result in increased productivity.
അടുത്ത ചോദ്യം, റൈറ്റ് 2 ഡിഫറൻസസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ്. മൂലധന വിപണിയും പണവിപണിയും തമ്മിലുള്ള 2 വ്യത്യാസങ്ങൾ എഴുതുക. ആൻസർ, താഴെ കൊടുത്തിരിക്കുന്ന ഡിഫറൻസസിൽ നിന്നും ഏതെങ്കിലും 2 പോയിന്റ്സ് എഴുതുക. പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ടേബിൾ ആസ് പെർ ഹിൻഡ് ഗിവൺ. സൂചന അനുസരിച്ച് പട്ടിക പൂർത്തിയാക്കുക. ഇൻട്രസ്റ്റ് റേറ്റ്സ്, ഇൻഫ്ലേഷൻ റേറ്റ്സ് എക്സെട്ര, എക്കണോമിക് എൻവയോൺമെൻറ്റ്, കസ്റ്റംസ്, ട്രഡീഷൻസ് എക്സെട്ര ഡാഷ്, ഇന്നൊവേഷൻ ഇൻ ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഡാഷ്. നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. കസ്റ്റംസ്, ട്രഡീഷൻസ് എക്സെട്ര സോഷ്യൽ എൻവയോൺമെൻറ്റ്, ഇന്നൊവേഷൻ ഇൻ ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 13. Arrange the process of organizing properly. Assignment of duties, departmentalization, identification and division of labor, establishing reporting relationships. താഴെ തന്നിരിക്കുന്ന സംഘടനാ പ്രക്രിയയെ ശരിയായ വിധത്തിൽ ക്രമീകരിക്കുക. നമുക്ക് ഉത്തരം നോക്കാം. സ്റ്റെപ്സ് ഇൻ ഓർഗനൈസിംഗ്, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ, ഡിപ്പാർട്ട്മെൻ്റലൈസേഷൻ, അസൈൻമെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ്, എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്സ്. അടുത്ത 14-ാമത്തെ ചോദ്യം, റൈറ്റ് 2 ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിലെ 2 സംഘടനാ തടസ്സങ്ങൾ എഴുതുക. ആൻസർ, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. ഇതിലേതെങ്കിലും 2 പോയിന്റ്സ് എഴുതുക. ഓർഗനൈസേഷണൽ പോളിസീസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, സ്റ്റാറ്റസ്, കോംപ്ലക്സിറ്റി ഇൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഓർഗനൈസേഷണൽ ഫെസിലിറ്റീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻ ബൈ പെർഫോമൻസ് അപ്രൈസൽ? പ്രകടനം വിലയിരുത്തൽ എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ, പെർഫോമൻസ് അപ്രൈസൽ. Performance appraisal is concerned with evaluating the present or past performance of the employees. It helps to decide how well employees do their job. Question number 16. Write a short note on management by exception. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷനെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം നോക്കാം. മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. Managerial attention is needed when the deviations are exceptionally high. This type of significant deviations which go beyond the permissible limit should be reported to the top management and unimportant deviations should be avoided. Next question. Which capital is mentioned in the following statements? തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സൂചിപ്പിച്ചിട്ടുള്ള മൂലധനം ഏതാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലോങ് ടേം സെക്യൂരിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലോങ് ടേം സെക്യൂരിറ്റീസ് ഫിക്സഡ് ക്യാപിറ്റൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ് വർക്കിംഗ് ക്യാപിറ്റൽ. 18 മുതൽ 23 വരെയുള്ള അടുത്ത 6 ചോദ്യങ്ങൾക്ക് 3 മാർക്ക് വീതമാണ്. അടുത്ത ചോദ്യം, റൈറ്റ് എനി 3 ഡിഫറൻസസ് ബിറ്റ്വീൻ മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ്. വിപണനവും വിൽപ്പനയും തമ്മിലുള്ള ഏതെങ്കിലും 3 വ്യത്യാസങ്ങൾ എഴുതുക. ആൻസർ, വിപണനവും വിൽപ്പനയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അവയിൽ നിന്നും ഏതെങ്കിലും 3 പോയിന്റുകൾ എഴുതുക. Question number 19. What are the 3-tier redressal forum under Consumer Protection Act? ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ ത്രിതല പരിഹാര വേദികൾ ഏതൊക്കെയാണ്? നമുക്ക് ആൻസർ നോക്കാം. 3-tier redressal forums under the Consumer Protection Act. First one, District Forum. Second one, State Commission. Third one, National Commission. Question number 20. State the features of leadership. Any 3. നേതൃത്വത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഏതെങ്കിലും 3 എണ്ണം. ആൻസർ, ഫീച്ചേഴ്സ് ഓഫ് ലീഡർഷിപ്പ്. ഇതിലേതെങ്കിലും 2 പോയിന്റ്സ് എഴുതുക. ലീഡർഷിപ്പ് ഈസ് ദ എബിലിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. ഇറ്റ് ട്രൈസ് ടു ബ്രിങ് ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഇന്റർപേഴ്സണൽ റിലേഷൻസ് ബിറ്റ്വീൻ ലീഡേഴ്സ് ആൻഡ് ഫോളോവേഴ്സ്. ഇറ്റ് ഈസ് എക്സസൈസ്ഡ് ടു അച്ചീവ് കോമൺ ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. 21-ാമത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിംഗ്. ആസൂത്രണത്തിൻ്റെ പ്രാധാന്യം വിവരിക്കുക. ആൻസർ, ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിംഗ്. ഇതിൽ ഏതെങ്കിലും 3 പോയിന്റ്സ് എഴുതുക.
Planning provides directions. Planning reduces the risk of uncertainty. Planning reduces wasteful activities. Planning promotes innovative ideas. Planning facilitates decision making. Planning establishes standards for controlling. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കോഓർഡിനേഷൻ ഈസ് ദ എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ്. എ. ഡു യു എഗ്രി വിത്ത് ദിസ്? ബി. റൈറ്റ് 2 ഫീച്ചേഴ്സ് ഓഫ് കോഓർഡിനേഷൻ. അതായത് ഏകോപനം എന്നത് മാനേജ്മെൻറ്റിൻ്റെ സത്തയാണ്. എ. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ബി. ഏകോപനത്തിൻ്റെ 2 സവിശേഷതകൾ എഴുതുക. നമുക്ക് ഉത്തരം നോക്കാം. എ. യെസ്, എഗ്രി. ബി. ഫീച്ചേഴ്സ് ഓഫ് കോഓർഡിനേഷൻ. ഏതെങ്കിലും 2 പോയിൻറ്റ്സ് എഴുതുക. Coordination integrates group efforts. Coordination ensures unity of direction. Coordination is a continuous process. Coordination is a pervasive function. Coordination is the responsibility of all managers. Coordination is a deliberate function. അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ്. എ. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ബി. responsible for implementation of plans and strategies, interact with the actual workforce, responsible for the growth and survival of the organization. നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രോത്ത് ആൻഡ് സർവൈവൽ ഓഫ് ദ ഓർഗനൈസേഷൻ. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്, റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻസ് ആൻഡ് സ്ട്രാറ്റജീസ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റ്, ഇൻറ്ററാക്ട് വിത്ത് ആക്ച്വൽ വർക്ക് ഫോഴ്സ്. 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി 24 മുതൽ 31 വരെയുള്ള 8 ചോദ്യങ്ങൾക്ക് 4 മാർക്ക് വീതം. 4 മാർക്കിൻ്റെ ആദ്യത്തെ ചോദ്യം, മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡീലിംഗ് വിത്ത് തിങ്സ് ഓർ പീപ്പിൾ. വാലിഡേറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഹൈലൈറ്റിംഗ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. വസ്തുക്കളുമായോ ആളുകളുമായോ ഇടപെടുന്ന പ്രക്രിയയാണ് മാനേജ്മെൻറ്റ്. ഈ പ്രസ്താവനയെ മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം എഴുതിക്കൊണ്ട് സാധൂകരിക്കുക. നമുക്ക് ആൻസർ നോക്കാം. ഇവിടെ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് എഴുതേണ്ടത്. മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. മാനേജ്മെൻറ്റ് ഇൻക്രീസസ് എഫിഷ്യൻസി. മാനേജ്മെൻറ്റ് ക്രിയേറ്റ്സ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ. മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൊസൈറ്റി. 25ാമത്തെ ചോദ്യം, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് പ്ലാൻസ്. തന്നിരിക്കുന്ന വിവിധ തരം പ്ലാനുകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. പോളിസി, പ്രൊസീജിയേഴ്സ്, പ്രോഗ്രാംസ്, റൂൾസ്. ആൻസർ, പോളിസി. Policy is a general statement which provides guidelines in decision making to various managers. It defines the area limits within which decisions can be taken. Procedures. Procedures are the routine steps on how to carry out activities. They detail the exact manner in which any work is to be performed in a chronological order. Program. Programs include all the activities necessary for achieving the overall plan. It contains the objectives, policies, procedures, rules, the physical and human resources required and budgets. Rules. Rules are the rigid, definite plans which specify what is to be done and not to be done in given situations. It does not allow any discretion. Question number 26. Distinguish between formal organization and informal organization. ഔപചാരിക സംഘടനയും അനൗപചാരിക സംഘടനയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. ആൻസർ, ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസസ് താഴെ കൊടുത്തിരിക്കുന്നു. അവയിൽ നിന്നും ഏറ്റവും ചുരുങ്ങിയത് 4 പോയിൻറ്റ്സ് എങ്കിലും എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ബിസിനസ് പരിസ്ഥിതിയുടെ പ്രാധാന്യം വ്യക്തമാക്കുക. നമുക്ക് ആൻസർ നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്. ഇറ്റ് ഹെൽപ്പ് ദ ഫേം ടു ഐഡൻറ്റിഫൈ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗെറ്റ് ദ ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്. ഇറ്റ് ഹെൽപ്സ് എ ഫേം ടു ഐഡൻറ്റിഫൈ ത്രെഡ്സ് ആൻഡ് ഏർലി വാർണിംഗ് സിഗ്നൽസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ അസിസ്റ്റിംഗ് ഇൻ പ്ലാനിംഗ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. കോപ്പിംഗ് വിത്ത് ചേഞ്ചസ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിംഗ് പെർഫോമൻസ്. Helpful in tapping and assembling resources. Question number 28. Staffing fills the job positions in the organization. A. Is this statement correct? B. Write any 3 importance of staffing. ഉദ്യോഗവൽക്കരണം സ്ഥാപനത്തിൻ്റെ തൊഴിൽ സ്ഥാനങ്ങൾ നിറയ്ക്കുന്നു. എ. ഈ പ്രസ്താവന ശരിയാണോ? ബി. ഉദ്യോഗവൽക്കരണത്തിൻ്റെ ഏതെങ്കിലും 3 പ്രാധാന്യം എഴുതുക. നമുക്ക് ആൻസർ നോക്കാം. എ. യെസ്, ഇറ്റ് ഈസ് കറക്റ്റ്.
B. Importance of staffing. It helps in discovering and obtaining competent personnel for various jobs. It makes for higher performance by putting right person on the right job. It ensures the continuous survival and growth of the enterprise. It helps to ensure optimum utilization of the human resources. It improves job satisfaction and morale of employees. Next question. List out the principles of directing. Any four. മാർഗനിർദ്ദേശക തത്വങ്ങളെ പട്ടികപ്പെടുത്തുക. ഏതെങ്കിലും 4 എണ്ണം. നമുക്ക് ഉത്തരം നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്റ്റിംഗ്. ഇതിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതുക. മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ, ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്സ്, യൂണിറ്റി ഓഫ് കമാൻഡ്, അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് ഡയറക്ഷൻ ടെക്നിക്, മാനേജീരിയൽ കമ്മ്യൂണിക്കേഷൻ, യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ലീഡർഷിപ്പ്, ഫോളോ ത്രൂ. 30ാമത്തെ ചോദ്യം. Capital structure refers to the combination between owner's fund and borrowed fund. A. Do you agree? B. Write any 3 factors affecting the choice of capital structure. അതായത് ഉടമസ്ഥരുടെ ഫണ്ടും കടമെടുത്ത ഫണ്ടും തമ്മിലുള്ള സമ്മിശ്രണമാണ് മൂലധന ഘടന. എ. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ബി. മൂലധന ഘടന തിരഞ്ഞെടുക്കുന്നതിനെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും 3 ഘടകങ്ങൾ എഴുതുക. നമുക്ക് ആൻസർ നോക്കാം. എ ചോദ്യത്തിന് ഇവിടെ തന്നിട്ടുള്ള പ്രസ്താവന ശരിയാണ്. യെസ് എഗ്രീയിങ് എന്നെഴുതുക. ബി. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അതിലേതെങ്കിലും 3 പോയിൻറ്റ്സ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുക. ക്യാഷ് ഫ്ലോ പൊസിഷൻ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഡെറ്റ് സർവീസ് കവറേജ് റേഷ്യോ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് ഡെറ്റ്, ടാക്സ് റേറ്റ്, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, ഫ്ലോട്ടേഷൻ കോസ്റ്റ്, റിസ്ക് കൺസിഡറേഷൻ, ഫ്ലെക്സിബിലിറ്റി, കൺട്രോൾ, റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻസ്, ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് അതർ കമ്പനീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ നെയിംസ് ഓഫ് വേരിയസ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. വിവിധതരം പണവിപണി പ്രമാണങ്ങളുടെ പേരെഴുതുക. നമുക്ക് ആൻസർ നോക്കാം. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്: ട്രഷറി ബിൽ, കൊമേഴ്സ്യൽ പേപ്പർ, കോൾ മണി, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്സ്യൽ ബിൽ. ഇനി 32 മുതൽ 40 വരെയുള്ള അടുത്ത 9 ചോദ്യങ്ങൾക്ക് ഓരോന്നിനും 5 മാർക്ക് വീതം. അടുത്ത ചോദ്യം. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നവ വിവരിക്കുക. എക്കണോമിക് എൻവയോൺമെൻറ്റ്, ലീഗൽ എൻവയോൺമെൻറ്റ്. നമുക്ക് ഉത്തരം നോക്കാം. എക്കണോമിക് എൻവയോൺമെൻറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ്സ്, ഇൻഫ്ലേഷൻ റേറ്റ്സ്, ചേഞ്ചസ് ഇൻ ഡിസ്പോസിബിൾ ഇൻകം ഓഫ് പീപ്പിൾ, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസസ് ആൻഡ് ദ വാല്യൂ ഓഫ് റുപ്പീസ് ആർ സം ഓഫ് ദ എക്കണോമിക് ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ അഫക്റ്റ് മാനേജ്മെൻറ്റ് പ്രാക്ടീസസ് ഇൻ എ ബിസിനസ് എൻ്റർപ്രൈസ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ദ പോളിസീസ് ഇൻ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, ടാക്സ് റേറ്റ്സ്, ഫോറിൻ ട്രേഡ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, എക്സെട്ര. ലീഗൽ എൻവയോൺമെൻറ്റ്. Legal environment includes various legislations passed by the government, administrative orders issued by the government authorities, court judgments, etc. 33ാമത്തെ ചോദ്യം. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിംഗ്? ആസൂത്രണത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ആൻസർ. ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിംഗ്. എനി 5 പോയിൻറ്റ്സ് വിത്ത് എക്സ്പ്ലനേഷൻ. പ്ലാനിംഗ് ഫോക്കസ് ഓൺ ഒബ്ജക്റ്റീവ്സ്. പ്ലാനിംഗ് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. പ്ലാനിംഗ് ഈസ് പെർവേസീവ്. Planning is continuous. Planning is futuristic or forward-looking. Planning involves decision-making. Planning is a mental exercise. Question number 34. Arrange the following elements of communication in the right order. ആശയവിനിമയത്തിലെ താഴെ തന്നിരിക്കുന്ന ഘടകങ്ങളെ ശരിയായ വിധത്തിൽ ക്രമീകരിക്കുക. മെസ്സേജ്, ഡീകോഡിംഗ്, സെൻഡർ, എൻകോഡിംഗ്, മീഡിയ, ഫീഡ്ബാക്ക്, റിസീവർ. ഉത്തരത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ എലമെൻറ്റ്സ് നോക്കാം. സെൻഡർ, മെസ്സേജ്, എൻകോഡിംഗ്, മീഡിയ, ഡീകോഡിംഗ്, റിസീവർ, ഫീഡ്ബാക്ക്. ഇതാണ് യഥാർത്ഥ ഓർഡർ. നെക്സ്റ്റ് വൺ. സബ്സ്റ്റാൻഷിയേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോളിംഗ്. ആസൂത്രണവും നിയന്ത്രണവും തമ്മിലുള്ള ബന്ധത്തെ സാധൂകരിക്കുക. നമുക്ക് ആൻസർ നോക്കാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോളിംഗ്, അതായത് പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള ബന്ധം. The entire planning process will turn to be waste unless adequate control measures are exercised. Planning and control are interdependent and inseparable functions of management. Planning and controlling are interrelated and in fact reinforce each other. Controlling reveals the shortcomings of plans and calls for improvement in future. Planning is looking ahead while controlling is looking back. പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സ് ഒക്കെ അതിൽ ഉൾപ്പെട്ടിരിക്കണം.
5 മാർക്കിൻ്റെ അടുത്ത ചോദ്യം. ട്രാൻസ്ഫേഴ്സ്, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് പ്രൊമോഷൻസ് ആർ സം ഓഫ് ദ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. എ. ക്ലാസിഫൈ ദം ഇൻറ്റു ഇൻറ്റേർണൽ സോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ്. ബി. റൈറ്റ് 3 മെറിറ്റ്സ് ഓഫ് ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. അതായത് സ്ഥലം മാറ്റം, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, നേരിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ്, സ്ഥാനക്കയറ്റം മുതലായവ ചില റിക്രൂട്ട്മെൻറ്റ് ഉറവിടങ്ങളാണ്. എ. അവയെ ആഭ്യന്തര ഉറവിടം, ബാഹ്യ ഉറവിടം എന്നായി തരംതിരിക്കുക. ബി. ആഭ്യന്തര ഉറവിടത്തിൻ്റെ 3 മേന്മകൾ എഴുതുക. നമുക്ക് ഉത്തരം നോക്കാം. എ. ഇൻറ്റേർണൽ സോഴ്സസ്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ. എക്സ്റ്റേണൽ സോഴ്സസ്, ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ബി. മെറിറ്റ്സ് ഓഫ് ഇൻറ്റേർണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. മോട്ടിവേഷൻ ഫോർ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്, simplifies the process of selection. Transfer is a tool of training the employees. Transfer helps to utilize the surplus staff. Internal sources are cheaper than external sources. Question number 37. Briefly explain the various levels of management. മാനേജ്മെൻറ്റിൻ്റെ വിവിധ തലങ്ങളെ ചുരുക്കി വിവരിക്കുക. നമുക്ക് ആൻസർ നോക്കാം. ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ഫസ്റ്റ് വൺ, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. They consist of the senior most executives of the organization like chairman, the chief executive officer, president, vice president, general manager and managing director. Top level management is responsible for framing business policies and taking major decisions. Second one, middle level management. This level of management consists of different departmental heads. These managers receive orders and instructions from top level managers and pass them to their subordinates. Third one, lower level management. This level is also known as supervisory management or operational management. It consists of foremen, supervisors, finance and accounts officers, sales officers, etc. Next question. Explain any 2 principles of scientific management. ശാസ്ത്രീയ മാനേജ്മെൻറ്റിൻ്റെ ഏതെങ്കിലും 2 തത്വങ്ങൾ വിവരിക്കുക. ഉത്തരം നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻസ്, നോട്ട് റൂൾ ഓഫ് തമ്പ്. ഹാർമണി, നോട്ട് ഡിസ്കോർഡ്. കോഓപ്പറേഷൻ, not individualism. Development of each and every person to his or her greatest efficiency and prosperity. ഇവയിൽ ഏതെങ്കിലും 2 പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 39. വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി? എക്സ്പ്ലെയിൻ ബ്രീഫ്ലി. അധികാര കൈമാറ്റത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ചുരുക്കി വിവരിക്കുക. നമുക്ക് ആൻസർ നോക്കാം. എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ: അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി. ഈ 3 പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്യുക. 40ാമത്തെ ചോദ്യം. റൈറ്റ് ദ ഇമ്പോർട്ടൻറ്റ് മെഷേഴ്സ് ടേക്കൺ ആസ് എ പാർട്ട് ഓഫ് ലിബറലൈസേഷൻ. ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി എടുത്ത പ്രധാനപ്പെട്ട നടപടികൾ എഴുതുക. നമുക്ക് ഉത്തരം നോക്കാം. ലിബറലൈസേഷൻ മെഷേഴ്സ്: അബോളിഷിംഗ് ലൈസൻസിംഗ് റിക്വയർമെൻറ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രീസ്. നോ റെസ്ട്രിക്ഷൻസ് ഓൺ എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്. Removal of restrictions on the movement of goods and services. Freedom in fixing the prices of goods and services. Reduction in tax rates and lifting unnecessary control over the economy. Simplifying procedure for imports and exports. And making it easier to attract foreign capital and technology to India. അടുത്ത സെക്ഷനിൽ 41 മുതൽ 45 വരെയുള്ള അവസാനത്തെ 5 ചോദ്യങ്ങൾക്ക് 8 മാർക്ക് വീതം. നമ്മൾ 8 മാർക്കിൻ്റെ എസ്സേ ടൈപ്പ് ചോദ്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. 41ാമത്തെ ആദ്യത്തെ ചോദ്യം. എക്സ്പ്ലെയിൻ എനി 4 പ്രിൻസിപ്പിൾസ് ഓഫ് ജനറൽ മാനേജ്മെൻറ്റ്. ജനറൽ മാനേജ്മെൻറ്റിൻ്റെ ഏതെങ്കിലും 4 തത്വങ്ങൾ വിശദീകരിക്കുക. നമുക്ക് ആൻസർ നോക്കാം. ഇവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് ജനറൽ മാനേജ്മെൻറ്റ് എന്നുദ്ദേശിച്ചത് ഫയോളിൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് തന്നെയാണ്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്, സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ, സ്കാലാർ ചെയിൻ, ഓർഡർ, ഇക്വിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ, ഇനീഷ്യേറ്റീവ്, എസ്പ്രിറ്റ് ഡി കോപ്സ്. ഇവയിൽ ഏതെങ്കിലും 4 പ്രിൻസിപ്പിൾസ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 42. ഡിസ്ക്രൈബ് ദ വേരിയസ് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് പ്ലാനിംഗ്. ആസൂത്രണം എന്ന പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ വിവരിക്കുക. ആൻസർ: സ്റ്റെപ്സ് ഇൻ പ്ലാനിംഗ്: സെറ്റിംഗ് ദ ഒബ്ജക്റ്റീവ്സ്, ഡെവലപ്പ് പ്ലാനിംഗ് പ്രിമൈസസ്, ഐഡൻറ്റിഫയിങ് ആൾട്ടർനേറ്റീവ്സ്, ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ്സ്, സെലക്ടിംഗ് ദ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്, ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പ്ലാൻസ്, ഫോളോ അപ്പ്. പ്ലാനിങ്ങിൻ്റെ ഈ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക.
അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ വേരിയസ് ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. ജോലി സ്ഥലത്ത് നൽകുന്ന വിവിധ തരം പരിശീലന രീതികളെ വിവരിക്കുക. ഉത്തരം നോക്കാം. ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്: അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാംസ്, കോച്ചിങ്, ഇന്റേൺഷിപ്പ് ട്രെയിനിങ്, ജോബ് റൊട്ടേഷൻ. ഇവ എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്തത് 44-ാമത്തെ ചോദ്യമാണ്. ഇവിടെ തന്നിരിക്കുന്ന അപൂർണമായ രേഖാചിത്രം പരിശോധിക്കുക. കംപ്ലീറ്റ് ദ നീഡ് ഹയറാർക്കി ഓഫ് എബ്രഹാം മാസ്ലോ ആൻഡ് എക്സ്പ്ലെയിൻ ദം ബ്രീഫ്ലി. എബ്രഹാം മാസ്ലോയുടെ ആവശ്യശ്രേണി പൂർത്തിയാക്കി അവയെ ചുരുക്കി വിവരിക്കുക. നമുക്ക് ആൻസർ നോക്കാം. ഇവിടെ എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറിയെ പറ്റിയാണ് നമ്മൾ വിവരിക്കേണ്ടത്. ആദ്യം തന്നെ തന്നിട്ടുള്ള അപൂർണമായ രേഖാചിത്രം പൂർത്തിയാക്കുക. രണ്ടാമത് അതിലുള്ള ഹ്യൂമൻ നീഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി ഓർ സെക്യൂരിറ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ്, അഫിലിയേഷൻ നീഡ് ഓർ ബിലോങ്ങിങ്നെസ് നീഡ്സ്, എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഈ ചോദ്യപേപ്പറിലെ അവസാന ചോദ്യമാണ് അടുത്തത്. മാർക്കറ്റിംഗ് മിക്സ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 4 P's. എ. വാട്ട് ആർ ദ 4 P's? ബി. എക്സ്പ്ലെയിൻ എനി 2 ഓഫ് ദം. 4 P'കളുടെ സമ്മിശ്രണമാണ് വിപണന മിശ്രിതം. എ. 4 P's ഏതൊക്കെയാണ്? ബി. അവയിലേതെങ്കിലും 2 വിവരിക്കുക. നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. എ. 4 P's ഓഫ് മാർക്കറ്റിംഗ്. 1. പ്രോഡക്റ്റ്, 2. പ്രൈസ്, 3. പ്ലേസ്, 4. പ്രൊമോഷൻ. ബി. മാർക്കറ്റിംഗ് മിക്സിൻ്റെ 4 എലമെൻസിൽ ഏതെങ്കിലും 2 താഴെ തന്നിട്ടുള്ളതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ ചോദ്യത്തോടുകൂടി 2021 ഏപ്രിൽ 8 നടന്ന ബിസിനസ് സ്റ്റഡീസ് പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പറിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.